ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റവയും മൈദയും കൂടെ നല്ല അടിപൊളി ഈവനിങ് സ്നാക്കാണ് കേട്ടോ. 5 മിനിറ്റുള്ളിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ നല്ലൊരു അടിപൊളി സ്നാക്കാണ് കേട്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 മുട്ട ഒരു ബൗളിലോട്ടൊന്ന് പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ടേ. ഈ അടുത്തായിട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ. ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതൊന്ന് ഈ മുട്ടയിലോട്ടൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. മുട്ടയും പഞ്ചസാരയും നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് റവയാണ്. ഞാനിവിടെ ഒരു 1/4 കപ്പ് റവ ഉണ്ടല്ലോ, 1/4 കപ്പ് റവ ഇതിലോട്ട് കുറേശ്ശായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കാം. റവയും മുട്ടയൊക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ള മൈദയാണ്. ഞാനിവിടെ ഒരു 3/4 കപ്പ് മൈദ ഉണ്ടല്ലോ, 3/4 കപ്പ് മൈദ കുറേശ്ശായിട്ടൊന്ന് ഈ മിക്സിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കാം. മൈദയും മുട്ടയും റവയും എല്ലാം കൂടെ നന്നായിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിലായിട്ടാണ് ബാറ്റർ ഉണ്ടാവേണ്ടത്. ഒന്ന് മുറിഞ്ഞു വീണ രീതിയിലുണ്ടല്ലോ, ഈ രീതിയിലാണ് നമ്മുടെ ബാറ്റർ ഉണ്ടാവേണ്ടത്. ഇനി അടുത്തായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വന്ന ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ, അതുപോലെ ഒരു സ്പൂണിലാക്കിയിട്ട് കുറേശ്ശായിട്ടൊന്ന് ഒഴിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തീയൊന്ന് ലോ ഫ്ലെയിമോട്ട് ആക്കിയ ശേഷം നമുക്കിതൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണ്ടതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഉൾഭാഗം വെന്ത് കിട്ടില്ല. ഏകദേശം കളറൊന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തൊന്ന് വേവിച്ചിട്ട് എടുക്കാം. ഇതിവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടിയിൽ നിന്ന് കോരിയിട്ട് എടുക്കാം. അങ്ങനെ നമ്മുടെ റവയും മൈദയും വെച്ചുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാണ്. നല്ല അടിപൊളി സ്നാക്കാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഈ സ്നാക്ക് എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ സ്നാക്ക്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളും കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കാം കേട്ടോ.